ഇന്ന് ഞാൻ പോർക്ക് കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് കായ ഇട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ കറിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വേറെ പൊടികളൊന്നും ഇല്ല. മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. മുളക് പൊടിയോ മസാലക്കൂട്ടുകളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതിനായിട്ട് 2 കിലോ പോർക്ക് ഞുറുക്കി കഴുകി വെച്ചിട്ടുണ്ട്. 2 വലിയ വാഴയ്ക്ക, 3 വലിയ സവോള ചെറുതായി അരിഞ്ഞത്, വലിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി 5 എണ്ണം വലുത്, പച്ചമുളക് ആവശ്യത്തിന്. ഇവിടെ നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അപ്പോൾ അതിനനുസരിച്ച് വേണം മുളകെടുക്കാൻ. കറിവേപ്പില ആവശ്യത്തിന്, മല്ലിപ്പൊടി 5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുക്കാം. ഇനി ചൂടായ ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കാം. പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഇളക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളിലെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് കരിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം, ബാക്കി ലാസ്റ്റ് ഇടാം. ഇപ്പൊ പൊടികളിലെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പോർക്കിട്ട് ഇളക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കി ഒരു മീഡിയം ഹീറ്റിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇറച്ചി ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കായ ഇട്ട് വേവിക്കാം. ഇപ്പോൾ കായയും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു കുഴമ്പ് പരുവായപ്പോൾ ഇപ്പം ഇതൊരു കുഴമ്പ് പരുവായിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. ഇത് നന്നായിട്ട് വരട്ടിയെടുത്താലും നല്ല ടേസ്റ്റാണ്. പോർക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കൻ ആണ്. ഇത് 2 സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കും, പിന്നെ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ഞാൻ 400 ഗ്രാം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളിക്കറിയാണ്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ 3 തക്കാളി, അതിൽ 1 തക്കാളി വലുതായിട്ട് അരിഞ്ഞത്. ഇത് എന്തിനാ വലുതായിട്ട് അരിയണേന്ന് വെച്ചാൽ ഇത് ഉടയാതെ കിടക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മീനച്ചാറാണ്. ഇതിന് ആദ്യമായിട്ട് മീൻ മാരിനേറ്റ് ചെയ്യണം. മീൻ മാരിനേറ്റ് ചെയ്യാൻ ഇവിടെ ഞാൻ 1.5 കിലോ നെയ്മീൻ എടുത്തിട്ടുണ്ട്. സാധാരണ ദശയുള്ള മീനാണ് അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ചിക്കൻ കറിയാണ്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ 2 കിലോ, സവോള 4 എണ്ണം വലുത് അരിഞ്ഞത്, മുളക് പൊടി 3